എന്നുള്ള റൂബ്രിക് എവിടെ കിട്ടുക? ഒരു സബ് റൂബ്രിക് ആണേ. റെയിൻബോസ് നമ്മൾ എങ്ങനെയാ കാണുകയല്ലേ? അപ്പോ ഏത് ചാപ്റ്റർ? വിഷനിലാണ്. വിഷൻ, ഇല്യൂഷൻ ഓഫ് കളറിലാണ് എന്തുള്ളത്? റെയിൻബോസ് ഉള്ളത്. വിഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇല്യൂഷൻ ഓഫ് കളേഴ്സ് എന്നുള്ള റൂബ്രിക്കിന്റെ താഴെയാണ് റെയിൻബോസ് എന്നുള്ളത് കേട്ടോ. സങ്കൺ ഐസ് എവിടെ കിട്ടാം? ഫേസിലാണ്. വേംസ് പെരിനിയം വെരി ഗുഡ്. എല്ലാവർക്കും നേരത്തെ പഠിച്ചത് ഇതായിരിക്കുമല്ലേ? PSC ക്ക് പഠിച്ച ആ ഒരു ഓർമ്മ ഉണ്ടല്ലോ. താങ്ക് ഗോഡ്. അതുപോലെ തന്നെ കീപ് ഗോയിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് യൂറിനറി റിലേറ്റഡ് ആയിട്ടുള്ള 3 ചാപ്റ്റർ ആണ് യൂറിനറി റിലേറ്റഡ് ആയിട്ടുള്ളത്. ഏതൊക്കെയാ? യൂറിനറി ഓർഗൻസ്, യൂറിൻ, മിക്ടൂറിഷൻ. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ആ ഒരു യൂറിനറി ഓർഗൻസ് സംബന്ധമായിട്ടുള്ള ചാപ്റ്റേഴ്സ്. കെൻഡിൽ എത്ര ചാപ്റ്റർ ഉണ്ടായിരുന്നു? യൂറിൻ 5. ഇവിടെ ഉള്ളത് യൂറിനറി ഓർഗൻസ്, യൂറിന്, മിക്ടൂറിഷൻ. ഇങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അതിൽ യൂറിനറി ഓർഗൻസിൽ നമ്മുടെ മെയിൻ ഓർഗൻസ്, അതായത് കിഡ്നി, ബ്ലാഡർ, യുറീത്ര. അവിടെ ഒരു പ്രോസ്റ്റേറ്റ് ഉണ്ട്. പ്രോസ്റ്റേറ്റ് അവിടെ ഒരു മിസ്പ്ലേസ്ഡ് ആണ്. യൂറിനറി ഓർഗൻസിലാണ് പ്രോസ്റ്റേറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ 4 റൂബ്രിക്ക് മാത്രമേ ഏതിലുള്ളൂ? യൂറിനറി ഓർഗൻസിലുള്ളൂ. കിഡ്നി, ബ്ലാഡർ, യുറീത്ര, പ്രോസ്റ്റേറ്റ്. നമ്മൾ KUB എക്സ്റേ എന്ന് പറയും അല്ലേ? അപ്പോൾ കിഡ്നി, ബ്ലാഡർ, യുറീത്ര, പ്രോസ്റ്റേറ്റ് കേട്ടോ. പിന്നെ യൂറിൻ എന്നുള്ള ചാപ്റ്ററിൽ എന്താ ഉള്ളത്? ആൽബുമിനസ്, ഗ്ലൈക്കോസൂറിയ, സപ്രസ്ഡ്, സെഡിമെന്റ് ഇൻ ജനറൽ. ഗ്ലൈക്കോസൂറിയ ഉപയോഗിക്കുന്ന ഏത് ടേമിനാ? എന്തിനാ നമ്മൾ ഗ്ലൈക്കോസൂറിയ എന്നുള്ള യൂറിൻ ഗ്ലൈക്കോസൂറിയ? ഓക്കെ. അപ്പൊ കെൻഡിൽ എങ്ങനെയാണ് ഡയബറ്റീസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഷുഗർ ആണ് കേട്ടോ. യൂറിൻ ഷുഗർ. BBCR ആണെങ്കിൽ യൂറിൻ സക്കാറിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി സപ്രസ്ഡ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് യൂറിൻ എന്നുള്ള ചാപ്റ്ററിലാണ്. യൂറിനിലാണ് സപ്രസ്ഡ് കൊടുത്തിട്ടുള്ളത്. സപ്രഷൻ ഓഫ് യൂറിൻ കെൻഡിൽ എവിടെ കിട്ടാം? സപ്രഷൻ ഓഫ് യൂറിൻ ബ്ലാഡറിലല്ല, കിഡ്നിയിലാണ്. യൂറിൻ ഉണ്ടാവുന്ന ഏറ്റവും ഫസ്റ്റിൽ വരുന്ന അവിടെയാണ് സപ്രഷൻ ഓഫ് യൂറിൻ. അവിടെ സപ്രസ് ചെയ്തിട്ടാണ് താഴത്തേക്ക് യൂറിൻ എത്തുന്നില്ല. അപ്പോൾ സപ്രഷൻ ഓഫ് യൂറിൻ വരുന്നത് കിഡ്നിയാണ്, കെൻഡിൽ കേട്ടോ. ഇവിടെ എവിടെയാണ്? യൂറിൻ തന്നെയാണ് സപ്രസ്ഡ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെഡിമെന്റ്സ് നമ്മളൊക്കെ അറിയാമല്ലോ. എന്തിനുള്ള ടേമാണ് സെഡിമെന്റ്? വെരി ഗുഡ്. കാൽക്കുലേക്കുള്ള റൂബ്രിക്കാണ് സെഡിമെന്റ്. അത് യൂറിൻ എന്നുള്ള ചാപ്റ്ററിലാണ് കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ മിക്ടൂറിഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ കൊടുത്തിട്ടുള്ള ഡിസ്യൂറിയ. എന്താണ്? ഡിസ്യൂറിയ. പിന്നെ ടെനസ്മസ് ഓഫ് ബ്ലാഡർ. പിന്നെ ഇൻവോളണ്ടറി അറ്റ് നൈറ്റ്. എന്തിന്റെ റൂബ്രിക്ക? വെരി ഗുഡ്. ന്യൂറോസിസിന്റെ റൂബ്രിക് ആണ് ഇൻവോളണ്ടറി അറ്റ് നൈറ്റ്. പിന്നെ റിറ്റൻഷൻ ഓഫ് യൂറിൻ എവിടെയാണുള്ളത്? മിക്ടൂറിഷനിലാണ്. കെൻഡിൽ എവിടെ റിറ്റൻഷൻ ഓഫ് യൂറിൻ ഉള്ളത്? ബ്ലാഡറിലാണ് കേട്ടോ. കെൻഡിൽ എങ്ങനെയാ ഇൻവോളണ്ടറി അറ്റ് നൈറ്റ് നെക്ടൂൺ അന്യൂറിസിസ് കൊടുത്തിട്ടുള്ളത്? കെൻഡിൽ അറിയോ? കെൻഡിൽ എങ്ങനെയാണ് നൊക്ടൂണൽ അന്യൂറിസിസ് കൊടുത്തിട്ടുള്ളത്? ബ്ലാഡർ യൂറിനേഷൻ ഇൻവോളണ്ടറി അറ്റ് നൈറ്റ് കേട്ടോ. ബ്ലാഡർ യൂറിനേഷൻ ഇൻവോളണ്ടറി അറ്റ് നൈറ്റ്. പിന്നെ ഡിസ്യൂറിയ എങ്ങനെ കെൻഡിൽ കൊടുത്തിട്ടുള്ളത്? ഡിസ്യൂറിയ വെരി ഗുഡ്. ബ്ലാഡർ യൂറിനേഷൻ ഡിഫിക്കൽട്ട് അല്ല, ഡിസ്യൂറിയ എന്നുള്ള ടേം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. സബ് റൂബ്രിക് ആണ്, എന്നാലും ഡിസ്യൂറിയ എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. സബ് ആണ് കേട്ടോ. അതായത് ബ്ലാഡർ യൂറിനേഷൻ ഡിസ്യൂറിയ എന്ന് യൂസ് ചെയ്തിട്ടുണ്ട് കെൻഡിലും. ഇവിടെ ഡയറക്റ്റ് റൂബ്രിക് ആണ് ഡിസ്യൂറിയ. അവിടെ യൂറിനേഷന്റെ താഴെയാണ് ഡിസ്യൂറിയ എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നൊക്ടൂണൽ അന്യൂറിസിസ് BBCRൽ എങ്ങനെയാണ്? അറിയോ? അതിൽ യൂറിൻ മിക്ടൂറിഷൻ എന്നുള്ള അതിലുണ്ട്. യൂറിനേഷൻ ഇൻവോളണ്ടറി നൈറ്റ് ഇൻ ബെഡ് വെറ്റിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. യൂറിനേഷൻ ഇൻവോളണ്ടറി നൈറ്റ് ഇൻ ബെഡ് വെറ്റിംഗ്. ഓക്കെ. അപ്പൊ 3 ചാപ്റ്റേഴ്സ് ആണ് യൂറിനറി ഓർഗൻസും യൂറിനും മിക്ടൂറിഷൻ. അത് മറക്കരുത് കേട്ടോ. ഇനി അടുത്തത് സെക്ഷൽ സ്ഫിയറിൽ
സെക്ഷൽ ഓർഗൻസ്, മെൻസ്ട്രേഷൻ, ലൂക്കോറിയ. ഈ 3 ചാപ്റ്റർ ആണ് സെക്ഷൽ ഫിയറിൽ വരുന്നത്. സെക്ഷൽ ഓർഗൻസ്, മെൻസ്ട്രേഷൻ, ലൂക്കോറിയ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എവിടെ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചത്? യൂറിനറി ഓർഗൻസ്. വെരി ഗുഡ്. സെക്ഷൽ ഓർഗൻസിലുള്ളത് സ്പെർമാറ്റിക് കോഡ്, ലേബർ ലൈക്ക് പെയിൻസ് അഗ്രവേഷനിലും കിട്ടും, സെക്ഷൽ ഓർഗൻസിലും കിട്ടും കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻസി, ഡിസ്ചാർജ് ഓഫ് പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കിട്ടുന്നത് യൂറിനറി ഓർഗൻസും, ഡിസ്ചാർജ് ഓഫ് പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് കിട്ടുന്നത് സെക്ഷൽ ഓർഗൻസിലും കേട്ടോ. അപ്പോൾ പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ് യൂറിനറി ഓർഗൻസ്, ഡിസ്ചാർജ് ഓഫ് പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് കിട്ടുന്നത് സെക്ഷൽ ഓർഗൻസ് കേട്ടോ. പിന്നെ എമിഷൻസ്, ഇറക്ഷൻസ്, അങ്ങനത്തെ റൂബ്രിക്. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള യൂട്രസ്, വജൈന, പെനീസ്, ഗ്ലാൻസ്, അങ്ങനത്തെ റൂബ്രിക്സ് ഒക്കെ സെക്ഷൽ ഓർഗൻസിലാണ് കിട്ടുക. അപ്പോൾ അതിന് മെയിനായിട്ട് സ്പെർമാറ്റിക് കോഡ്, ലേബർ ലൈക്ക് പെയിൻസ്, ഇമ്പോർട്ടൻസി, ഡിസ്ചാർജ് ഓഫ് പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ്, എമിഷൻസ്, ഇറക്ഷൻസ് ഒക്കെയാണ് ആലോചിക്കുക കേട്ടോ. പിന്നെ മെൻസ്ട്രേഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ വരുന്നതാണ് അബോർഷൻ. എന്താണ് അബോർഷൻ? ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് ആണ് മെൻസ്ട്രേഷൻ, അബോർഷൻ. പിന്നെ യൂട്രൈൻ ഹെമറേജ്. പിന്നെ ഡിലേഡ് ഇൻ ഗേൾസ്, മെൻസ്ട്രേഷൻ ബിഗിനിങ്, ഡിലേഡ് ഇൻ ഗേൾസ്. ലേറ്റ് മെൻസസ് നമ്മൾ പറയുന്ന റൂബ്രിക് ആണ് മെൻസ്ട്രേഷൻ ബിഗിനിങ്, ഡിലേഡ് ഇൻ ഗേൾസ് എന്നാണ് ആ റൂബ്രിക് കേട്ടോ. അപ്പൊ മെൻസ്ട്രേഷൻ മെയിനായിട്ട് മെൻസ്ട്രേഷൻ, അബോർഷൻ ആലോചിക്കുക, മെൻസ്ട്രേഷൻ ബിഗിനിങ്, ഡിലേഡ് ഇൻ ഗേൾസ്. ഈ 2 റൂബ്രിക്കും മെൻസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്റർ എന്ന് ആലോചിക്കുക. പിന്നെ ലൂക്കോറിയ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൂക്കോറിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൂക്കോറിയാണ് ലൂക്കോറിയ എന്നുള്ള ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെക്ഷൽ ഓർഗൻസ്, മെൻസ്ട്രേഷൻ, ലൂക്കോറിയ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷനിലെ റൂബ്രിക്സ് ആങ്ഷ്യസ്, റാറ്റ്ലിംഗ്, സൈയിങ്, സോബിങ് ഒക്കെ വരുന്നത് റെസ്പിറേഷനിലാണ്. ഒപ്രസ്ഡ്, അറസ്റ്റഡ് എന്നൊക്കെ വരുന്നതൊക്കെ റെസ്പിറേഷനിലാണ് കേട്ടോ. പിന്നെ കഫ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. കഫിൽ എന്തൊക്കെയാ? കൺവൾസീവ്, എക്സ്പെക്ട്രേഷൻ, ബ്ലഡി. എക്സ്പെക്ട്രേഷൻ എന്നുള്ള റൂബ്രിക്സ് വരുന്നത് എവിടെയാ? കഫിലാണ്. കെൻഡിൽ എക്സ്പെക്ട്രേഷൻ ഒരു ചാപ്റ്റർ ആണ് അല്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പെക്ട്രേഷന്റെ നേച്ചർ പറഞ്ഞുകൊണ്ടുള്ള ചാപ്റ്റർ ആണ് എക്സ്പെക്ട്രേഷൻ. ഇവിടെ പക്ഷെ അതൊരു റൂബ്രിക് ആണ് കഫ് എന്നുള്ള ചാപ്റ്ററിൽ. പിന്നെ ടേസ്റ്റ് ഓഫ് എക്സ്പെക്ട്രേഷൻ ഉണ്ട്. ടേസ്റ്റ് ഓഫ് എക്സ്പെക്ട്രേഷൻ മൗൾഡി എന്നുള്ള റൂബ്രിക് ഉണ്ട്. അത് ഏതാ മെഡിസിൻ എന്ന് അറിയോ? സിംഗിൾ മെഡിസിൻ ആണുള്ളത്. ടേസ്റ്റ് ഓഫ് എക്സ്പെക്ട്രേഷൻ മൗൾഡി. ബൊറാക്സ് ആണ് മെഡിസിൻ, ബൊറാക്സ്. ടേസ്റ്റ് ഓഫ് എക്സ്പെക്ട്രേഷൻ ഓഫ് ടുബാക്കോ ജ്യൂസ് ഒരു സിംഗിൾ മെഡിസിനേ ഉള്ളൂ. ഏതാണെന്നറിയോ? ടുബാക്കോ ജ്യൂസിന്റെ ടേസ്റ്റ് എക്സ്പെക്ട്രേഷൻ. പൾസാറ്റിലാണ് മെഡിസിൻ കേട്ടോ. പൾസാറ്റില സിംഗിൾ മെഡിസിൻ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ എയർ പാസേജസ്. കറസ്പോണ്ടിങ് ടു ഏതാണ് കെൻഡിലെ? ലാരിങ്സ് ആൻഡ് ട്രക്കിയ എന്നുള്ള ചാപ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് എയർ പാസേജസ്. അതിൽ വരുന്ന റൂബ്രിക്സ് ലാരിങ്സ് ഉണ്ട്, ട്രക്കിയ ഉണ്ട്. പിന്നെ ഒരു റൂബ്രിക്കാണ് സെക്രീഷൻ ഓഫ് മ്യൂക്കസ് എന്ന് കൊടുത്തിട്ടുള്ളത് എയർ പാസേജസിലാണ്. വോയിസ് നോട്ട് ക്ലിയർ, വോയിസ് ഹോസ്, വോയിസ് ലോസ്റ്റ്. അഫോണിയൊക്കെ എടുക്കുന്ന റൂബ്രിക്കാണ് വോയിസ് ലോസ്റ്റ്. ഹോസ്നെസ് ഒക്കെ വോയിസ് ഹോസ് എന്നുള്ള റൂബ്രിക് ഒക്കെ കിട്ടുന്നത് എയർ പാസേജസിലാണ്. ലാരിൻസ് ട്രക്കിയ എയർ പാസേജിലാണെന്ന് ആലോചിക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് എക്സ്റ്റേണൽ ത്രോട്ട് ആൻഡ് നെക്ക്. നമ്മൾ ത്രോട്ട് എന്നുള്ളൊരു ചാപ്റ്റർ ഓൾറെഡി പഠിച്ചു. അതിലുള്ള ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് ഏതാ? ത്രോട്ടിലുള്ള ടോൺസിൽസ് ആണ് ത്രോട്ടിലുള്ള റൂബ്രിക്. അപ്പൊ ഇതിൽ വേറെ ഉള്ളത് എക്സ്റ്റേണൽ ത്രോട്ട് ആൻഡ് നെക്കിൽ വരുന്നത് നെയ്പ്പ് വരുന്നത് എവിടെയാണ്? എക്സ്റ്റേണൽ ത്രോട്ട് ആൻഡ് നെക്കിലാണ് നെയ്പ്പ് വരുന്നത്. പിന്നെ സെർവൈക്കൽ ആൻഡ് സബ് മാക്സിലറി ഗ്ലാൻഡ്സ് വരുന്നത് എക്സ്റ്റേണൽ ത്രോട്ട് ആൻഡ് നെക്കിലാണ്. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡ് വരുന്നത് എവിടെയാണ്? എക്സ്റ്റേണൽ ത്രോട്ട് ആൻഡ് നെക്കിലാണ് തൈറോയിഡ് ഗ്ലാൻഡ് വരുന്നത് കേട്ടോ. പിന്നെ ചെസ്റ്റ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ചെസ്റ്റിലാണ് പാൽപിറ്റേഷൻ വരുന്നത്. ഹാർട്ട് ആക്ഷൻ ഇന്റർമിറ്റന്റ് വരുന്നത് ചെസ്റ്റിലാണ്. മാമറി ഗ്ലാൻഡ് വരുന്നത് ചെസ്റ്റിലാണ്. നിപ്പിൾ, മിൽക്ക് ഇതൊക്കെ വരുന്നത് ചെസ്റ്റിലാണ്. കെൻഡിൽ എവിടെയാണ് പാൽപിറ്റേഷൻ വരുന്നത്? ചെസ്റ്റ് തന്നെയാണ് കേട്ടോ. ചെസ്റ്റ് പാൽപിറ്റേഷൻ തന്നെയാണ് കെൻഡിലും വരുന്നത്. പിന്നെ മാമറി ഗ്ലാൻഡ് ഒക്കെ വരുന്നതും മിൽക്ക് വരുന്നതും ഒക്കെ ചെസ്റ്റ് തന്നെയാണ്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബാക്കിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് 4 ഡിവിഷൻസ്, ഓൾഡ് 4 ഡിവിഷൻസ് ഓഫ് ബാക്ക് ആണ്. ഏതൊക്കെയാണെന്ന് അറിയതോ? ഓർമ്മയുണ്ടോ? ബാക്കിന്റെ 4 ഡിവിഷൻസ് ഏതൊക്കെയാണ്? ജനറൽ, സ്കാപ്പുല, എന്താണ് ക്രൂസ്? ബാക്കിംഗ് ജനറൽ, സ്കാപ്പുല, ക്രൂയിസ്, സ്റ്റേസ്. ക്രൂയിസ് എന്താണ്? സാക്രാണ് ക്രൂസ്. സ്റ്റീസ് ആണ് എന്ത്? കോക്കിക്സ്. സ്റ്റീസ് ആണ് കോക്കിക്സ്. ഈ 2 ടേം ഒരിക്കലും വിട്ടുപോകരുത്. ക്രൂസസ്, സാക്രം,
സ്റ്റീസ്, കോക്കിക്സ്. ഞാൻ ആലോചിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കെ വരും, പിന്നെ എസ് വരും. അപ്പൊ നമ്മൾ ഫസ്റ്റ് സാക്ര ആണല്ലോ വരുന്നത്, പിന്നെ അല്ലേ കോക്കിക്സ് വരിക. അപ്പൊ ഫസ്റ്റ് കെ വരും, പിന്നെ എസ് വരും. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് കെ ആണ്, പിന്നെ എസ് ആണ്. അപ്പൊ ഫസ്റ്റ് സാക്ര, പിന്നെ കോക്കിക്സ്. ഓക്കെ. പിന്നെ ലംബാർ ആൻഡ് സാക്രൽ റീജിയനെ നമ്മൾ സ്മോൾ ഓഫ് ബാക്ക് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ലംബാർ ആൻഡ് സാക്രൽ റീജിയൻ കേട്ടോ. ഇപ്പത്തെ ഡിവിഷൻ എങ്ങനെയാണെന്ന് അറിയോ ബാക്കിന്റെ? അതായത് ബാക്ക് ഇൻ ജനറൽ, സ്കാപ്പുല, ബിറ്റ്വീൻ സ്കാപ്പുല, ഡോസർ റീജിയൻ, ലംബാർ റീജിയൻ, അങ്ങനെ കേട്ടോ. ലംബാർ ആൻഡ് സാക്രൽ റീജിയൻ, കോക്കിക്സ് അങ്ങനെ കൊടുക്കും. സാധാരണ നമ്മൾ പഠിച്ച് ആ ഒരു അനാറ്റമിക്കൽ ടേംസ് തന്നെയാണ് ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അപ്പർ എക്സ്ട്രിമിറ്റീസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പർ എക്സ്ട്രിമിറ്റീസിൽ മെയിൻ ആയിട്ട് വരുന്ന റൂബ്രിക് ഷോൾഡർ ജോയിന്റ്, ആക്സില്ല എവിടെയാണ് വരുന്നത്? അപ്പർ എക്സ്ട്രിമിറ്റീസിലാണ് ആക്സില്ല വരുന്നത്. പിന്നെ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട് അല്ലെ, അതിൽ സബ് റൂബ്രിക് ആയിട്ട് ഫിംഗർ ടിപ്സ് ഉണ്ട്, നെയിൽസ് ഉണ്ട്. ഇപ്പൊ ഫിംഗർ നെയിൽസ്, ഫിംഗർ ടിപ്സ് ഒക്കെ വരുന്നത് അപ്പർ എക്സ്ട്രിമിറ്റീസിലാണ്. ഫിംഗർ ജോയിന്റ് വരുന്നതും എവിടെയാണ്? അപ്പർ എക്സ്ട്രിമിറ്റീസിലാണ്. അപ്പൊ ഷോൾഡർ, ആക്സില്ല, ഫിംഗർ ടിപ്സ്, ഫിംഗർ നെയിൽസ്, ഫിംഗർ ജോയിന്റ്സ് ഒക്കെ വരുന്നത് അപ്പർ എക്സ്ട്രിമിറ്റീസിലാണ് കേട്ടോ. ലോവർ എക്സ്ട്രിമിറ്റീസിൽ വരുന്നതാണ് ലോയിൻ. ഇവിടെ നമ്മൾ ലോയിൻ പഠിച്ചല്ലോ. എവിടെയാ ലോയിൻ പഠിച്ചത്? എവിടെ ലോയിൻ പഠിച്ചത്? ഇന്റേണൽ അബ്ഡമൻ ഒരു ലോയിൻ പഠിച്ചു. പക്ഷെ ഇവിടെ റീജിയൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. റീജിയൻ ഓഫ് ഹിപ്സ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലോവർ എക്സ്ട്രിമിറ്റീസിലും ലോയിൻ ഉണ്ട്, ഇന്റേണൽ അബ്ഡമനിലും ലോയിൻ ഉണ്ട്. ലോയിൻ ലോവർ എക്സ്ട്രിമിറ്റീസിലെ റീജിയൻ ഓഫ് ഹിപ്സ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നെയിൽസ്, ടെൻഡോ അഷിലിസ്, നെയിൽസ്, ടോ ജോയിന്റ്സ്, ഹിപ്പ് ജോയിന്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ലോവർ എക്സ്ട്രിമിറ്റീസിൽ. അപ്പൊ ടെൻഡോ അഷിലിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ലോവർ എക്സ്ട്രിമിറ്റീസിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇമാസിയേഷൻ എവിടെ കിട്ടും? വേറെ ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്, സെൻസേഷൻ. നെയ്പ് എവിടെ കിട്ടുക? നെയ്പ് എക്സ്റ്റേണൽ നെക്ക്. ടോൺസിൽസ് എവിടെ കിട്ടുക? ഡിസ്ചാർജ് ഓഫ് പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡ്, സെക്ഷൽ ഓർഗൻസ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, വെരി ഗുഡ്. ഹെർണിയ എവിടെ കിട്ടുക? ബ്രിറ്റിൽ നെയിൽ നമ്മൾ അപ്പർ എക്സ്ട്രീമിറ്റീസിൽ പഠിച്ചത് എന്താ അറിയോ? ഫിംഗറിന്റെ താഴെ നെയിൽ എന്ന് മാത്രമാണ്, ഫിംഗർ നെയിൽസ് എന്നാണ്. പക്ഷെ ഇതിൽ നമ്മൾ കൊടുത്തുള്ള ബ്രിറ്റിൽ നെയിൽസ് എന്നാണ്. ബ്രിറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രിറ്റിൽ എസെൻസിലാണോ? നെയിൽ എവിടെയായിരിക്കും പൊതുവെ കാണാം? സ്കിന്നിലാണ് കേട്ടോ. സ്കിന്നിലാണ് നെയിൽ ഉള്ളത്. അപ്പൊ ഇതില് സ്കിന്നിലെ റൂബ്രിക് എങ്ങനെയാ? സ്കിന്ന്, നെയിൽ, ബ്രിറ്റിൽ. എങ്ങനെയാണ്? സ്കിന്നില് നെയിൽ ബ്രിറ്റിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സ്കിന്നില് നെയിൽ ബ്രിറ്റിൽ. പൗപ്പേർഡ്സ് ലിഗമെന്റ് എവിടെ കിട്ടുക? പൗപ്പേർഡ്സ് ലിഗമെന്റ് ഇന്റേണൽ അബ്ഡമൻ എന്തിന്റെ ബ്രാക്കറ്റിലാ? ഗ്രോയിൻസിന്റെ ബ്രാക്കറ്റിലാണ്. സ്റ്റെയറിംഗ് എവിടെ കിട്ടുക? സ്റ്റെയറിംഗ്, സ്ക്വിൻഡിങ് ആൻഡ് സ്റ്റെയറിംഗ്. സ്ക്വിൻഡിങ് വേറെ റൂബ്രിക് ആണ്, സ്റ്റെയറിംഗ് വേറെ റൂബ്രിക് ആണ്. എവിടെ? ഐയിലാണ് കേട്ടോ. ഒരു മിനിറ്റ്. ഹലോ. ഓക്കെ. ഇനി സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസ് ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അതിൽ വരുന്ന റൂബ്രിക്സ് അപ്പോപ്ലെക്സി, ബ്ലാക്ക്നെസ് ഓഫ് എക്സ്റ്റേണൽ പാർട്സ്, ബേൺസ്, കാർഫോളജി, ക്യാരി ഡിസൈർ ടു ബി, ക്ലോറോസിസ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലോറോസിസ് കാണുന്നത് എസെൻസിയിലാണ്. അനീമിയ എവിടെ കാണുന്നത്? ക്ലോറോസിസ് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അനീമിയ എവിടെ കാണാം?
ഒരു ഇമ്പോർട്ടൻറ്റ് ഫീവറിലാണ് അനീമിയ ഉള്ളത് കേട്ടോ. ക്ലംസിനെസ്, കൺസംഷൻ ഒക്കെ കാണുന്നത് SNC, കൺവൾഷൻസ്, ഗൗട്ട് ലൈക്ക് പെയിൻസ്, ആർത്രൈറ്റിക്, ക്രാക്കിംഗ് ഓഫ് ജോയിന്റ്, സൈനോസിസ്, ഡെഡ് ഫീലിംഗ്, ഡെത്ത് അപ്പാരന്റ്, ഡിസ്ലൊക്കേഷൻസ് ഉള്ളത് SNCയിലാണ്. ഡ്രോപ്സി, ഇമാസിയേഷൻ ഫേസിലും കാണും SNCയിലും കാണും. ഫെയിൻറ്റ്നെസ്, ഫ്രോസൺ ലിംസ് കാണുന്നത് SNCയിലാണ്. ഫുൾ ഹാബിറ്റ് ഇത് കാണുന്നത് SNCയിലാണ്. ഹിസ്റ്റീരിയ ആൻഡ് ഹൈപ്പോകോൺട്രിയാസിസ്, ഹെമറേജ്, ലേബർ ലൈക്ക് പെയിൻസ്. നമ്മൾ ലേബർ ലൈക്ക് പെയിൻസ് വേറെ എവിടെ കണ്ടിരുത്? സെക്ഷൽ ഓർഗൻസിലും ലേബർ ലൈക്ക് പെയിൻസ് ഉണ്ട്. വെരി ഗുഡ്. അഗ്രവേഷനിലുണ്ടോ? നോക്കിയിട്ട് പറയാട്ടോ, എനിക്ക് ഓർമ്മയില്ല. സെക്ഷൽ ഓർഗൻസിലുണ്ട്, നമ്മളിപ്പോ പറഞ്ഞല്ലോ. സെക്ഷൽ ഓർഗൻസിലുണ്ട്, SNCയിലുണ്ട് കേട്ടോ. അഗ്രവേഷനിലുണ്ടോ എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്തിട്ട് പറയേ. മലൈസ്, മ്യൂക്കസ് സെക്രീഷൻ ഇൻക്രീസ്ഡ്, ഒബേസിറ്റി ഉള്ളത് SNCയിലാണ്. പാരാലിസിസ്, പോളിപ്പസ് നമ്മൾ നോസിലല്ല SNCയിലാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. സ്പ്രെയിൻ ഫ്രം ലിഫ്റ്റിംഗ്, സ്റ്റാർട്ടിങ്സ്, ത്രോബിങ്ങിന്റെ ബ്രാക്കറ്റിൽ ക്ലോഫ്കൻ ആൻഡ് പൾസറൻ ഓഫ് ബോണിങ്ങസ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈ ഡൗൺ ഇൻക്ലിനേഷൻ ടു, സിറ്റ് ഡൗൺ ഇൻക്ലിനേഷൻ ടു, ഇത് രണ്ടും കാണുന്നത് SNCയിലാണ്. നമ്മൾ കെൻഡിൽ പറയുമ്പോൾ ഇരുന്നിട്ട് കാൽ നീട്ടാൻ പറയും അല്ലേ. അപ്പൊ ഇരിക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ സിറ്റ് ഇൻക്ലിനേഷൻ ടു, ലൈ ഇൻക്ലിനേഷൻ ടു എന്നുള്ളത് ജനറാലിറ്റീസിലാണ്. അപ്പൊ നമ്മൾ ആ ഒരു കോഡ് വെച്ചിട്ട് സിറ്റ് ഇൻക്ലിനേഷൻ ടു, ലൈ ഡൗൺ ഇൻക്ലിനേഷൻ ടു എന്നുള്ളത് കെൻഡിൽ അങ്ങനെ പഠിക്കുക. പക്ഷെ SNCയിലാണ് ബോത്ത് ഇൻ TPB. സിറ്റ് ഇൻക്ലിനേഷൻ ടു, ലൈ ഡൗൺ ഇൻക്ലിനേഷൻ ടു, ബോത്ത് ആർ ഇൻ SNC. പുള്ളിങ്സ്, റീലിംഗ്, റെസ്റ്റ്ലെസ്നെസ് ഉള്ളത് എവിടെയാണ്? SNCയിലാണ്, നോട്ട് ഇൻ മൈൻഡ്. റിജിഡിറ്റി, റോറിംഗ്, സ്കർവി എന്നുള്ളത് SNCയിലാണ്. ഷോർട്ട് ആൻഡ് മസിൽസ്, സൈഡ് എന്നുള്ള റൂബ്രിക് അത് നമ്മുടെ ജനറാലിറ്റീസിലുള്ള റൂബ്രിക് ആണ്. അത് ഇവിടെ ഉള്ളത് SNCയിലാണ്. പിന്നെ ടച്ച് ഇല്യൂഷൻ ഓഫ് അൺസ്റ്റഡിനെസ്, വാഷിംഗ് ഡ്രെഡ് ഓഫ്, വാട്ടർ ഡ്രെഡ് ഓഫ് ഒക്കെ വരുന്നത് SNCയിലാണ് കേട്ടോ. അത് സെൻസേഷൻ ഇൻ ജനറൽ. ഈ സെൻസേഷൻ ഓഫ് ഗ്ലാൻസ് എന്നുള്ളത് വേറെ സെൻസേഷൻ ഉണ്ട്. അതിൽ അട്രോഫി, ഇൻഡ്യൂറേഷൻ, ഇൻഫ്ലമേഷൻ, ഇഞ്ചുറീസ്, ക്യുവറിംഗ് എന്നുള്ളത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അത് ഗ്ലാൻസിലാണ്. സെൻസിറ്റീവ്നെസ്, സ്വെല്ലിംഗ് ലൈക്ക് നോട്ടഡ് കോഡ്സ്, അൾസേഴ്സ്, ക്യാൻസറസ് എന്നൊക്കെയുള്ള റൂബ്രിക്സ് ഒക്കെ ഗ്ലാൻസിലുണ്ട്. ഇനി ബോൺസിലുള്ളത് ആബ്സെൻസ് ഓഫ് മാരോ, സെൻസേഷൻ ഓഫ് ക്യാരീസ്, ഗൗട്ടി നോട്ട്സ്, ഗൗട്ട് ലൈക്ക് പെയിൻസ് നമ്മൾ SNCയിൽ കണ്ടു. ഗൗട്ടി നോട്ട്സ് ഉള്ളത് ബോൺസിലാണ്. ഹീലിംഗ് ഓഫ് ബ്രോക്കൺ ബോൺസ് സ്ലോ, ഇൻഫ്ലമേഷൻ, ഇഞ്ചുറീസ്, നെക്രോസിസ്, സോഫ്റ്റനിങ് ആണ് നമ്മൾ കർവേച്ചറിന് എടുക്കുന്ന റൂബ്രിക്. സോഫ്റ്റനിങ് ആണ്, ബോൺസ് സോഫ്റ്റനിങ്, കർവേച്ചർ ഓഫ് ബോൺസ്. ലൂസ്ഡ് ഫ്രം ഫ്ലഷ്, ഫീലിംഗ് ആസിഡ്, ഇതൊക്കെയുള്ള റൂബ്രിക്സ്. ഈ റൂബ്രിക്സ് ഒക്കെ കാണുന്നത് ബോൺസിലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വലിയ ചാപ്റ്റർ ആണ് സ്കിന്നിൽ ഒത്തിരി റൂബ്രിക്സ് ഉണ്ട്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് പഠിക്കാം കേട്ടോ. ബ്ലഡ് സ്വെറ്റ് ബ്ലഡ് എന്ന് പറയില്ലേ, അത് ഫീവറിലും ഉണ്ട് സ്കിന്നിലും ഉണ്ട്, ബ്ലഡ് സ്വെറ്റിംഗ്. പിന്നെ ചിൽബ്ലെയിൻസ്, കളർ യെല്ലോ ഏതിനെടുക്കുന്ന റൂബ്രിക്കാ? ജോണ്ടിസിന് എടുക്കുന്ന റൂബ്രിക്കാണ് സ്കിൻ കളർ യെല്ലോ എന്നുള്ളത് കേട്ടോ. പിന്നെ കൊമഡോൺസ് ഫേസിലും ഉണ്ട് സ്കിന്നിലും ഉണ്ട്. കോൺസ് നമുക്ക് ഇവിടെ ഉള്ളത് സ്കിന്നിലാണ്. കെൻഡിൽ അത് എവിടെ കിട്ടുക? കോൺസ് വെരി ഗുഡ്, എക്സ്ട്രിമിറ്റീസിലാണ് കോൺസ് കിട്ടുക. പക്ഷെ ഇവിടെ സ്കിന്നിലാണ് കോൺസ്. ക്രാക്സ്, പിന്നെ കുറച്ച് ഇറപ്ഷൻസ് ഉണ്ട്. ചിക്കൻ ബോക്സ്, എറിസിപ്പലാസ്, പിമ്പിൾസ്, മിൽക്ക് ക്രസ്റ്റ്, നെറ്റിൽ റാഷ്, നോഡുലാർ, അങ്ങനെ കുറച്ച് ഇറപ്ഷൻസ് സബ് റൂബിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർഡ്സ്, വൂൺസ്, ഓൾഡ് ബ്രേക്ക് ഔട്ട്. വൂൺസ് എന്നുള്ള റൂബിക് കെൻഡിൽ എവിടെ കിട്ടും? ജനറാലിറ്റീസ് എന്നുള്ള റൂബ്രിക് കേട്ടോ. പിന്നെ എക്സ്ക്രസൻസിൽ ബുണിയൻസ്, പോളിപ്പി, മോൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഗാംഗ്രീൻ ഉള്ളത് സ്കിന്നിലാണ്. പിന്നെ ഒരു റൂബ്രിക് ഹെയർ ഓഫ് ഹെഡ് ഫാൾസ് ഔട്ട് എന്നുള്ളത് ഹെയർ ഫാളിംഗ് ഒക്കെ വരുന്നത് സ്കിന്നിലാണ്. ഹെയറിസ് ഇൻസിപ്പുട്ട് എവിടെ പഠിച്ചത്? ഹെയറിസ് ഇൻസിപ്പുട്ട് മാർജിൻസ് ഓഫ് ഹെയർ എവിടെ പഠിച്ചത്? മാർജിൻസ് ഓഫ് ഹെയർ എക്സ്റ്റേണൽ ഹെഡ്. ഇവിടെ പഠിക്കുന്നത് ഹെയർ ഓഫ് ഹെഡ് ഫാൾസ് ഔട്ട്. അത് ഹെഡ് എന്ന് മാത്രമല്ല, ബിയേർഡ്, ഐബ്രോസ്, മോസ്റ്റാഷ് എല്ലാം വരുന്നത് എവിടെയാണ്? സ്കിന്നിലാണ് കേട്ടോ. പിന്നെ ലൗസിനെസ് എന്നുള്ള റൂബ്രിക് സ്കിന്നിലുണ്ട്. നെയിൽസ് ജനറലി എഫക്റ്റഡ്, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ബ്രിറ്റിൽ നെയിൽസ് വരുന്നത്. നെയിൽസിന്റെ താഴെ സബ് റൂബ്രിക് ആയിട്ട് ബ്രിറ്റിൽ. അപ്പൊ ബ്രിറ്റിൽ നെയിൽസ് വരുന്നത് സ്കിന്നിലും
ഫിംഗർ നെയിൽസ്, ടോ നെയിൽസ് എന്നൊക്കെ വരുമ്പോൾ ഫിംഗർ നെയിൽസ് ആവുമ്പോൾ അപ്പർ എക്സ്ട്രീമിറ്റീസിൽ, ടോ നെയിൽസ് ആവുമ്പോൾ ലോവർ എക്സ്ട്രീമിറ്റീസിൽ, അങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ സോർ ബിക്കംസ് എന്നുള്ളത് ഡെക്യുബിറ്റസ്, സ്പോട്ട് ലിവർ ഫ്രക്കിൾസ്, അല്ലെങ്കിൽ ലിവർ സ്പോട്ടിന് സ്പോട്ട് ലിവർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിക്കിങ് സ്റ്റിങ്സ് ഓഫ് ഇൻസെക്ട്. പിന്നെ റിംഗ് വേമിന്റെ റൂബ്രിക് ഏതാ? സ്കിൻ ടെറ്റർ റിംഗ് വേംസ് എന്നാണ്. കെൻഡിൽ എങ്ങനെ റിംഗ് വേം റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? എങ്ങനെ? റിംഗ് വേം എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ? വെരി ഗുഡ്. അത് റിംഗ് വേം എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടില്ല. സ്കിൻ ഇറപ്ഷൻ ഹെർപ്പറ്റിക് സിസിനേറ്റ് എന്നാണ് റിംഗ് വേം കെൻഡിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റിംഗ് വേംസ് ടെറ്റർ റിംഗ് വേംസ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അൾസേഴ്സ്, ബറോവിങ്, റീഓപ്പണിംഗ് ഓഫ് ഓൾഡ് വേരിക്കോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് സ്ലീപ്പ് ആൻഡ് ഡ്രീംസ് എന്നുള്ള നെക്സ്റ്റ് സെക്ഷൻ. അതിൽ ഇമ്പോർട്ടൻറ്റ് റൂബിക്ക് യോണിങ്. യോണിങ് എവിടെയൊക്കെ കിട്ടും? സ്ലീപ്പിൽ കിട്ടും, അഗ്രവേഷനിൽ കിട്ടും, അംലിറേഷനിലും കിട്ടും യോണിങ് എന്നുള്ള റൂബിക്ക്. 3 സ്ഥലത്ത് യോണിങ് കിട്ടും കേട്ടോ. ഫാളിംഗ് ഓഫ് അസ്ലീപ് ലേറ്റ് എന്നുള്ളത് റൂബ്രിക് ഉണ്ട്. വേക്കിംഗ് ഫ്രീക്വൻലി അറ്റ് നൈറ്റ്, വേക്കിംഗ് ലേറ്റ്, വേക്കിംഗ് ഏർലി, വേക്കിംഗ് ഇൻ ഡിസ്ട്രസ് ഒക്കെ കിട്ടുന്നത് സ്ലീപ്പിലാണ്. ഉറങ്ങാൻ മാത്രമല്ല എണീക്കുന്ന കാര്യം സ്ലീപ്പിലുണ്ട് എന്ന് ആലോചിക്കുക. പിന്നെ പൊസിഷൻ ഇൻ സ്ലീപ്പ്, സ്ലീപ്പിന്റെ പൊസിഷൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ലീപ്പ് കൊമറ്റോസ്, സ്ലീപ്പിൽ സ്ലീപ്പ് എന്നുള്ളൊരു റൂബ്രിക് ഉണ്ട്, സ്ലീപ്പ് കൊമറ്റോസ്. പിന്നെ സോംനാബുലിസം എന്നുള്ള റൂബ്രിക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? സോംനാബുലിസം അതായത് TPBയില് സ്ലീപ്പ് എന്നുള്ള ചാപ്റ്ററിൽ, സ്ലീപ്പ് എന്നുള്ള റൂബ്രിക്കില് സോംനാബുലിസ്റ്റിക് എന്നുള്ള സബ് റൂബ്രിക് ആണ് എങ്ങനെ സോംനാബുലിസത്തിന്. കെൻഡിൽ എങ്ങനെയാണ്? മൈൻഡ്. വെരി ഗുഡ്. മൈൻഡിലാണ് സോംനാബുലിസം. അല്ല, മൈൻഡ് സോംനാബുലിസം തന്നെ ഉണ്ട് കേട്ടോ. മൈൻഡ് സോംനാബുലിസം. പിന്നെ ഇവിടെ സ്ലീപ്പിനെസ്, സ്ലീപ്ലെസ്നെസ് റൂബ്രിക്സ് ഒക്കെ സ്ലീപ്പിലുണ്ട്. ഡ്രീംസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രീംസ് കൊടുത്തിട്ടുണ്ട്. പ്ലസന്റ് കൊടുത്തിട്ടുണ്ട്. പ്ലസന്റ് ഇന്റലക്ച്വൽ എന്നുള്ളതിന് ഒറ്റ മെഡിസിനുകൾ ഏതാണെന്നറിയോ? പ്ലസന്റ് ഇന്റലക്ച്വൽ ഡ്രീംസ്. ഇഗ്നേഷ്യ മാത്രമാണ് മെഡിസിൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഡ്രീംസ് അൺറിമെമ്പേർഡ്, ഡ്രീംസ് വേക്കിംഗ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡ്രീംസിന്റെ ഇത് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഫീവർ. ഫീവറിന്റെ ഓൾഡ് ഡിവിഷൻ എന്ന് പറഞ്ഞെങ്കിൽ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, കോൾഡ് സ്റ്റേജ്, കോൾഡ്നെസ്, ഹീറ്റ്, പെർസ്പിറേഷൻ, കോമ്പൗണ്ട് ഫീവേഴ്സ്, കൺകോമിറ്റൻസ് ഓഫ് കംപ്ലൈൻസ് എന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ സർക്കുലേഷൻ, ചില്ലിനെസ്, പിന്നെ ഹീറ്റ്, സ്വെറ്റിംഗ്, ഷിവറിങ്, സ്വെറ്റ് അങ്ങനെ കൊടുത്തുള്ളൂ. കോമ്പൗണ്ട് ഫീവേഴ്സ്, കൺകോമിറ്റൻസ് ഓഫ് കംപ്ലൈൻസ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സർക്കുലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ബ്ലഡ് അനീമിയ, അനീമിയന്റെ റൂബ്രിക് സർക്കുലേഷൻ, ബ്ലഡ്, അനീമിയ, സർക്കുലേഷൻ, ബ്ലഡ്, അനീമിയ. നമ്മൾ ക്ലോറോസിസ് എവിടെ പഠിച്ചത്? എസെൻസിൽ. ഇവിടെ സർക്കുലേഷൻ, ബ്ലഡ്, അനീമിയ എന്നുള്ളത് കേട്ടോ. പിന്നെ വേരിക്കോസ് വെസൽസ്, വേരിക്കോസ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? സർക്കുലേഷനിൽ ബ്ലഡ് വെസൽസിൽ വേരിക്കോസ്, ബ്ലഡ് വെസൽസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്, അതിൽ വേരിക്കോസ് കേട്ടോ. ബ്ലഡ് വെസൽസ്, വേരിക്കോസ്. പിന്നെ പൾസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. പൾസ് സ്ലോവർ ദാൻ ദ ഹാർട്ട് ബീറ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ? എട്രിയൽ ഫിബ്രിലേഷൻ ഒക്കെ എടുക്കുന്ന റൂബ്രിക് ആണ് പൾസ് സ്ലോവർ ദാൻ ദ ബീറ്റ് ഓഫ് ഹാർട്ട്. പിന്നെ ഹീറ്റ് വിത്ത് തേഴ്സ്റ്റ് ഒക്കെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? ഹീറ്റ് വിത്ത് തേഴ്സ്റ്റ്, ചില്ല് വിത്ത് തേഴ്സ്റ്റ്, ചില്ല് വിത്തൗട്ട് തേഴ്സ്റ്റ്, സ്വെറ്റ് വിത്ത് തേഴ്സ്റ്റ്, സ്വെറ്റ് വിത്തൗട്ട് തേഴ്സ്റ്റ്, അതൊക്കെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? ഫീവർ ചാപ്റ്ററിൽ ഹീറ്റ് ആണെങ്കിൽ ഹീറ്റ് എന്നുള്ളതിന്റെ സായ, വിത്ത് തേഴ്സ്റ്റ്, വിത്തൗട്ട് തേഴ്സ്റ്റ്. ഇനി ചില്ലാണെങ്കിൽ ഫീവറിൽ ചില്ലിനെസ്സിൽ, വിത്ത് തേഴ്സ്റ്റ്, വിത്തൗട്ട് തേഴ്സ്റ്റ്. ഇനി സ്വെറ്റ് ആണെങ്കിൽ ഫീവറിൽ സ്വെറ്റിൽ, വിത്ത് തേഴ്സ്റ്റ്, വിത്തൗട്ട് തേഴ്സ്റ്റ്, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഹീറ്റ് വിത്ത് തേഴ്സ്റ്റ് ആണെങ്കിൽ ഫീവറിന്റെ സമയമാണ് ഫീവർ, ഹീറ്റ് വിത്ത് തേഴ്സ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് കെൻഡിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? സ്റ്റൊമക്കിൽ. സ്റ്റൊമക്കില് തേഴ്സ്റ്റ് എവിടെയാണ്? സ്റ്റൊമക്കിലാണ് തേഴ്സ്റ്റ് അല്ലേ? അപ്പൊ സ്റ്റൊമക്ക്, തേഴ്സ്റ്റ്, ഹീറ്റ് ഡ്യൂറിങ്. ഫീവർ നല്ല കൊടുത്തിട്ടുള്ളത് ഹീറ്റ് ഡ്യൂറിങ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ സ്റ്റൊമക്ക്, തേഴ്സ്റ്റ്, ഹീറ്റ് ഡ്യൂറിങ്. ഇനി നെക്സ്റ്റ് അഗ്രവേഷൻ ആൻഡ് അമിലറേഷൻ ഉള്ള ചാപ്റ്റർ ആണ്. ഓൾട്രേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എന്നാണ് അതിന്റെ ഓൾഡ് ടെർമിനോളജി. ഓൾട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, അത് 3 ആയിട്ടാണ് ഓൾഡിൽ വരുന്നത്. അഗ്രവേഷൻ അക്കോർഡിംഗ് ടു ടൈം, അഗ്രവേഷൻ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻസ് ആൻഡ് സർക്കംസ്റ്റൻസസ്, ഇത് രണ്ടും അഗ്രവേഷൻ ആണ്. നെക്സ്റ്റ് അമിലറേഷൻ ബൈ പൊസിഷൻ ആൻഡ് സർക്കംസ്റ്റൻസ്, അത് അമിലറേഷൻ ആണ്. Allen named these chapters as aggravation and amelioration, but the arrangement of rubrics remained the same. Time aggravations are arranged first. അതായത് ടൈം BBC എങ്ങനെ ക്ലോക്ക് ടൈമിങ്സ് കൊടുത്തിട്ടുണ്ടോ?
ഇല്ല കേട്ടോ. ക്ലോക്ക് അതായത് കെൻഡിൽ നമ്മൾ അവേഴ്സ് ഒക്കെ കൊടുക്കുന്ന പോലെ ക്ലോക്ക് ടൈമിങ്സ് BBC സോറി TPB കൊടുത്തിട്ടില്ല. പക്ഷെ ആ മോർണിംഗ് ഈവനിങ് അങ്ങനെയാണ് കൊടുത്തുള്ളത് കേട്ടോ. അപ്പൊ ഈ അഗ്രവേഷനിൽ ഫസ്റ്റ് അങ്ങനത്തെ ഡേ ടൈമിങ്സ് വരും, ദെൻ ആൽഫബറ്റിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് അഗ്രവേഷൻ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ആൻഡ് സർക്കംസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അലനാണ് അത് എന്താക്കിയത്, അഗ്രവേഷൻ അമിലറേഷൻ എന്നുള്ള 2 സെക്ഷൻ ആക്കിയത്. ഒറിജിനലി അത് 3 സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അഗ്രവേഷന്റെ ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ, കാരണം അമിലറേഷൻ എന്നുള്ളതിന് അഗ്രവേഷൻ കോൺട്രറി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കുറച്ച് റൂബ്രിക്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി അഗ്രവേഷനിലുള്ള ഇമ്പോർട്ടന്റ് റൂബ്രിക്സ് ആണ് എലോൺ വെൻ ആർസനിക് ഫ്യൂംസ് ബാത്തിങ് ബൈറ്റിംഗ് ടീത്ത് ടുഗദർ. അത് ടീത്തിലല്ല, അത് അഗ്രവേഷനിലാണ്. ബൈറ്റിംഗ് ടീത്ത് ടുഗദർ. ബൈറ്റിംഗ് സെൻസേഷൻ എവിടെയെന്ന് അറിയോ? ബൈറ്റിംഗ് എന്ന് മാത്രമാണെങ്കിൽ എവിടെയെന്ന് അറിയോ? ബൈറ്റിംഗ് മാത്രം, ടീത്ത് ടുഗദർ എന്നില്ലാണ്ട് ബൈറ്റിംഗ് എന്ന് മാത്രം എവിടെയുള്ള കൊടുത്തിട്ടുണ്ട് അറിയോ? സെൻസേഷനിലാണ്, കാരണം ഒരു സെൻസേഷൻ അല്ലേ അത്, അല്ലാണ്ട് നമ്മൾ കടിക്കുന്നതല്ല ഉദ്ദേശിച്ചത്, മൗത്തിലൊന്നും അല്ല. ബൈറ്റിംഗ് എന്നുള്ള സെൻസേഷൻ ഉദ്ദേശിച്ചത്. അത് സെൻസേഷൻ ഒന്നും എഴുതിയിട്ടില്ല, ബൈറ്റിംഗ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ റൂബ്രിക്ക് സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസ് ഉള്ള ചാപ്റ്ററിലാട്ടോ. ഇവിടെ കൊടുത്തത് ബൈറ്റിംഗ് ടീത്ത് ടുഗദർ എന്നാണ്, അത് അഗ്രവേഷനിലാണ്. പിന്നെ ബ്ലോയിങ് നോസ് അഗ്രവേഷനിലാണ്. ബ്രീത്തിങ് ഡീപ്പ്, ബ്രീത്തിങ്ങിന്റെ പലതും ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ സോബിങ്ങും സൈങ് ഒക്കെ എവിടെ പഠിച്ചത്? സോബിങ് സൈങ് ഒക്കെ എവിടെ പഠിച്ചത്? റെസ്പിറേഷനിലാണ്. മിക്കവാറും ബ്രീത്തിങ് അവിടെ വരണമായിരുന്നു അല്ലേ? പക്ഷെ അത് ബ്രീത്തിങ്ങിന്റെ മൊഡാലിറ്റി വെച്ചിട്ടാണ് അവിടെ ബ്രീത്തിങ് ഡീപ്പ് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡേ ടൈം അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അത് അഗ്രവേഷൻ ഉണ്ടോ അമിലറേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ റൂബ്രിക് കേട്ടോ. അപ്പൊ ബ്രീത്തിങ് ഡീപ്പ് എന്നുള്ളത് അമിലറേഷനിലും കൊടുത്തിട്ടുണ്ട്. ബ്രീത്തിങ് ഡീപ്പിന്റെ വേറെ ഡീപ്പ് അല്ലാത്ത ബാക്കി കാര്യങ്ങളും അഗ്രവേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബ്രീത്തിങ് ഡീപ്പ് എന്നുള്ളത് അഗ്രവേഷനിലും അമിലറേഷനിലും ഉണ്ട് എന്ന് ആലോചിക്കാം. പിന്നെ ബ്രൂയിസസ് ഉണ്ട്, ബേൺസ് ഉണ്ട്. ചിൽഡ്രൻ എസ്പെഷ്യലി റെമഡീസ് ഫോർ, അത് അഗ്രവേഷനിലാണ്. കോൾ ഗ്യാസ്, ചൈന എന്നുള്ളൊരു റൂബ്രിക് ഉണ്ട്, ചൈന. അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് നോട്ട് വിത്ത് ക്യുനൈൻ കക്കെക്സിയ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചൈന. പിന്നെ കോമ്പിങ് ഹെയറും കട്ടിങ് ഹെയറും ഒക്കെ കൊടുത്തിട്ടുള്ളത് അഗ്രവേഷനിലാണ്. ഹെയറിന്റെ കുറച്ച് റൂബ്രിക്സ് നമ്മൾ നേരത്തെ സ്കിന്നിൽ പഠിച്ചു, കുറച്ച് നമ്മൾ എക്സ്റ്റേണൽ ഹെഡിൽ പഠിച്ചു. ഇവിടെ വരുന്നത് കോമ്പിങ് ഹെയർ, കട്ടിങ് ഹെയർ, ഇത് രണ്ടും അഗ്രവേഷനിലാണ്. പിന്നെ ഡിസോർഡേർഡ് സ്റ്റൊമക്ക്, ഡിസ്റ്റോർഷൻ ഓഫ് ഫേഷ്യൽ മസിൽസ്, ഡ്രിങ്കേഴ്സ് ഫോർ ഹാർഡ് ഓൾഡ് ടോപ്പേഴ്സ്. ഇമ്പോർട്ടൻറ്റ് റൂബ്രിക്സ് ആണ്. ഡിസോർഡേർഡ് സ്റ്റൊമക്ക്, ഡിസ്റ്റോർഷൻ ഓഫ് ഫേഷ്യൽ മസിൽസ്, ഡ്രിങ്കേഴ്സ് ഫോർ ഹാർഡ് ഓൾഡ് ടോപ്പേഴ്സ്. പിന്നെ എമിഷൻസ് ഉണ്ട്, എക്സൈറ്റ്മെന്റ് ഇമോഷണൽ, നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് ആണ്. മൈൻഡ് റൂബ്രിക് അഗ്രവേഷനിലും കൊടുത്തിട്ടുണ്ട്. ആ റൂബ്രിക് ആണ് എക്സൈറ്റ്മെന്റ് ഇമോഷണൽ. എത്ര സബ് റൂബ്രിക് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ പഠിച്ചത്? 17. വെരി ഗുഡ്. പിന്നെ ഫാസ്റ്റിംഗ് ഉണ്ട്, എക്സ്പാൻഡിങ് അബ്ഡമൻ, ഇഗ്നേഷ്യ മാത്രമേ മെഡിസിൻ ഉള്ളൂ. പിന്നെ ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്നുള്ള വലിയ റൂബ്രിക് ഉണ്ട്. അതിൽ ഒരുപാട് ഫുഡിന്റെ അഗ്രവേഷൻസ് പറയുന്നുണ്ട്. അതിലൊരു റൂബ്രിക് ആണ് തോട്ട് ഓഫ് ഫുഡ് ഷീ വുഡ് ലൈക്ക്. അത് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അഗ്രവേഷൻ ചാപ്റ്റർ ആണല്ലോ. അഗ്രവേഷൻ, ഫുഡ് ആൻഡ് ഡ്രിങ്ക്, തോട്ട് ഓഫ് ഫുഡ് ഷീ വുഡ് ലൈക്ക്. ഏതാ മെഡിസിൻ എന്നറിയോ? സെപ്പിയ, ഒറ്റ മെഡിസിനേ ഉള്ളൂ കേട്ടോ. ഗ്ലാൻഡേഴ്സ്, ഹാങ് ഡൗൺ ലെറ്റിംഗ് ലിംസ്, ഹിക്കഫ് നമ്മൾ എവിടെ വേറെ പഠിച്ചത്? ഹിക്കപ്പ് എവിടെ നമ്മൾ വേറെ പഠിച്ചത്? എസെൻസിലാണോ ഹിക്കപ്പ് ഉള്ളത്? ഇറക്ടേഷനിലാണ് കേട്ടോ. ഇറക്ടേഷനിലും ഉണ്ട്, അഗ്രവേഷനിലും ഉണ്ട്. ഇഞ്ചുറീസ്, ഇൻസ്പിറേഷൻ, പങ്ക്ചേഴ്സ്, പസ്റ്റ്യൂൾസ് മാലിഗ്നന്റ്. പസ്റ്റ്യൂൾസ് മാലിഗ്നന്റ് എന്നുള്ളത് അഗ്രവേഷനിലുള്ള റൂബ്രിക് ആണ്. ആസനിക്ക് മാത്രമേ മെഡിസിൻ ഉള്ളൂ കേട്ടോ. ആസ് 5 മാർക്ക് മെഡിസിൻ ആണ് പസ്റ്റ്യൂൾസ് മാലിഗ്നന്റ്. റിംഗിങ് ഓഫ് ബെല്ല്, റൂം ഫുൾ ഓഫ് പീപ്പിൾ, ഇതൊക്കെ അഗ്രവേഷനിലാണ്. ലിക്കിംഗ് ലിപ്സ്, ലൈറ്റ് എന്നുള്ളതിന്റെ ക്യാൻഡിൽ, ലാമ്പ് അല്ലെങ്കിൽ സൺലൈറ്റ്, ലൈറ്റ് സൺ കൊടുത്തിട്ടുണ്ട്. ലോസ് ഓഫ് ഫ്ലൂയിഡ്, ലൈങ് ഇൻ വുമണ്, മൂൺ ലൈറ്റ്, മ്യൂസിക്, നാർക്കോട്ടിക്സ്, നെയ്സൽ കറ്റാറ, സപ്രഷൻ ഓഫ്, നഴ്സിംഗ് ചിൽഡ്രൻ എസ്പെഷ്യലി റെമഡീസ് ഫോർ നമ്മൾ പറഞ്ഞു. നഴ്സിംഗ് ചിൽഡ്രൻ ഉണ്ട്. ഓർഡർ ഓഫ് വുഡിന്റെ ഓർഡർ അഗ്രവേഷൻ, പ്രഗ്നൻസി, സെക്ഷൽ എക്സസസ്, സ്റ്റോൺ കട്ടേഴ്സ്, ഇതൊക്കെ വരുന്നത് അഗ്രവേഷൻ ചാപ്റ്ററിലാട്ടോ. ഇനി അമിലറേഷൻ എന്നുള്ളത് ചെറിയ ചാപ്റ്റർ ഉണ്ട്. അതിലൊരു റൂബ്രിക് ആണ് ബോറിംഗ് ഇൻ വിത്ത് ഫിംഗേഴ്സ്, ഇയർ ഓർ നോസ്. നോസിലും ഇയറിലും ബോറിംഗ് വിത്ത് ഫിംഗേഴ്സ് എന്നുള്ളത് ഒരു റൂബ്രിക്. ബ്രെത്ത് ഹോൾഡിംഗ് ദ, അമിലറേഷൻ ബ്രെത്ത് ഹോൾഡിംഗ് ദ. ഇതിന്റെ മെഡിസിൻ ഏതാ? ബ്രെത്ത് ഹോൾഡിംഗ് ദ.
ശ്വാസം പിടിച്ചു നിൽക്കുമ്പോൾ അത് കുറവുണ്ട്. ബ്രെത്ത് ഹോൾഡിംഗ് ദ. ഒറ്റ മെഡിസിനേ ഉള്ളൂ, ബെലഡോണ. നമ്മൾ ഏതോ ഒരു സ്റ്റാൾവാർട്ട് ഒരു എന്തോ ഒരു അസുഖത്തിന് ഈ മൊഡാലിറ്റി വെച്ചിട്ട് മെഡിസിൻ കൊടുത്ത് നമ്മൾ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആരാ ഞാൻ ഓർക്കുന്നില്ല. എന്തോ TAO എന്തോ ആയിരുന്നു. അപ്പോൾ ഭയങ്കര വേദന ഉണ്ട് കാലിൽ. അപ്പോൾ ശ്വാസം പിടിക്കുമ്പോൾ അവർക്ക് ആ അസുഖം ബെറ്റർ ആണ്. എനിക്കൊണ്ട് ഫത്തക്കാണെന്ന് തോന്നുന്നു. ഫത്തക്കാണോ എന്നറിയില്ല. ഫത്തക്കിന്റെ ബുക്കിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്വാസം പിടിച്ചു നിൽക്കുമ്പോൾ അവർക്ക് പെയിൻ റിലീഫ് ഉണ്ട്. ആ ഒരു റൂബ്രിക് ഏത് റെപ്പർട്ടറിയിലും അവർക്ക് കിട്ടിയില്ല. ഓൺലി ഇൻ ദ TPB. അതിലൊറ്റ മെഡിസിനേ ഉണ്ടായിരുന്നുള്ളൂ, ബെലഡോണ. ആ മെഡിസിൻ കൊടുത്തപ്പോൾ ആ ഒരു വേദന കുറഞ്ഞു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ബ്രെത്ത് ഹോൾഡിംഗ് ദ. ബെലഡോണ മാത്രമാണ് മെഡിസിൻ ഉള്ളത്. ക്യാരിങ് ദ ചൈൽഡ് ഇൻ ആംസ് അമിലിറേഷനിലാണ്. മെസ്മറിസം. മെസ്മറിസം എവിടെയുള്ളത്? അമിലിറേഷനിലാണ്. സെക്ഷൽ സപ്രഷൻ ഇതുള്ളത് എവിടെയാണ്? അമിലിറേഷൻ. അമിലിറേഷൻ, സെക്ഷൽ സപ്രഷൻ. അതിൽ ഒറ്റ മെഡിസിനേ ഉള്ളൂ, കലേഡിയം. കലേഡിയം മാത്രമേ മെഡിസിൻ ഉള്ളൂ കേട്ടോ. സെക്ഷൽ സപ്രഷൻ. അപ്പൊ അമിലിറേഷനിൽ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ട മെസ്മറിസം ഉണ്ട്, ബ്രെത്ത് ഹോൾഡിംഗ് ദ. അതിലൊറ്റ മെഡിസിൻ ആണ് ബെലഡോണ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ബോറടിച്ചോ? ഏകദേശം തീരാനായിട്ടോ. ഇനി 2-3 സ്ലൈഡും കൂടി ഉള്ളേ. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വീപ്പിംഗ് എന്നുള്ളത് എവിടെ കിട്ടുക? വീപ്പിംഗ്. Mind. മൈൻഡിൽ വീപ്പിംഗ് ഉണ്ടോ? സെൻസേഷനിൽ വീപ്പിംഗ് ഉണ്ടോ? ഒരു മിനിറ്റ്. അഗ്രവേഷൻ. വെരി ഗുഡ്. അഗ്രവേഷനിലാണ് വീപ്പിംഗ് ഉള്ളത് കേട്ടോ. മൈൻഡിൽ ഇല്ല കേട്ടോ വീപ്പിംഗ് എന്നുള്ളത്. നമ്മൾ മൈൻഡ് എഴുതി പോകും. അതുകൊണ്ടാണ് ഞാൻ ആ റൂബിക്ക് ഇട്ടത്. മൈൻഡിൽ വീപ്പിംഗ് ഇല്ല, അഗ്രവേഷനിലാണ് വീപ്പിംഗ് ഉള്ളത് കേട്ടോ. സ്പെക്ടക്കിൾസ് എവിടെ? സ്പെക്ടക്കിൾസ് കണ്ണട. എവിടെയായിരിക്കും? എവിടെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് എഴുതണ്ട, മിക്കവാറും റോങ് ആയി പോവും. അല്ല, അഗ്രവേഷൻ തന്നെയാണ്. അഗ്രവേഷൻ തന്നെയാണ് സ്പെക്ടക്കിൾസ്. സൊസൈറ്റി. സൊസൈറ്റി എവിടെ കിട്ടുക? സൊസൈറ്റി. അഗ്രവേഷൻ. വെരി ഗുഡ്. സൺബേൺ. അഗ്രവേഷനിലാണ് കേട്ടോ. സൺബേൺ. സൺബേൺ എവിടെ കിട്ടുക? സൺബേൺ അഗ്രവേഷനിലാണ്. മെസ്മറിസം. മെസ്മറിസം എവിടെ കിട്ടുക? മെസ്മറിസം. വെരി ഗുഡ്. മാർജിൻസ് ഓഫ് ഹെയർ. External head. വെരി ഗുഡ്. അൺനാച്ചുറൽ പൊസിഷൻ. അൺനാച്ചുറൽ പൊസിഷൻ എവിടെ കിട്ടും? അഗ്രവേഷനിലാണ് കേട്ടോ. നമ്മൾ പൊസിഷൻ ഇൻ സ്ലീപ്പ് പറഞ്ഞു, അതല്ല അത്. അൺനാച്ചുറൽ പൊസിഷൻ എന്നുള്ള ഒറ്റ റൂബ്രിക് ആണ്, അത് അഗ്രവേഷനിലാണ് കേട്ടോ. ബിയേർഡ്. ബിയേർഡ് എവിടെ കിട്ടുക? ബിയേർഡ് external head. എക്സ്റ്റേണൽ ഹെഡ്. സ്നീസിങ്. സ്നീസിങ് എവിടെ കിട്ടുക? സ്നീസിങ്. സ്നീസിങ് അഗ്രവേഷനിലും ഉണ്ട്, നോസിലും ഉണ്ട്. രണ്ടിലും ഉണ്ട് കേട്ടോ. നോസിലും ഉണ്ട്, അഗ്രവേഷനിലും ഉണ്ട്. നോസ് സോറി സ്നീസിങ് നോസിലും ഉണ്ട്, അഗ്രവേഷനിലും ഉണ്ട്. ഈ പരോട്ടിഡ് ഗ്ലാൻഡ്. വെർട്ടൈഗോ ഡ്യൂറിങ്. വെർട്ടൈഗോ ഡ്യൂറിങ് അതെവിടെ കിട്ടും? അഗ്രവേഷനിലാണ്. വെർട്ടൈഗോ മാത്രമാണെങ്കിൽ എവിടെ കിട്ടും? ഇന്റലക്റ്റിലാണ് അല്ലേ? നമ്മൾ പഠിച്ചില്ല. പക്ഷെ വെർട്ടൈഗോ ഡ്യൂറിങ് എന്നുള്ള റൂബ്രിക്ക് കിട്ടുന്നത് അഗ്രവേഷനിലാണ് കേട്ടോ. അത് മാറിപ്പോവരുത്. വെർട്ടൈഗോ മാത്രം ചോദിച്ചാൽ ഇന്റലക്റ്റ് ആണ്. വെർട്ടൈഗോ ഡ്യൂറിങ് എന്നുള്ളത് അഗ്രവേഷനിലാണ്. കോൺസ് എവിടെ കിട്ടും? കോൺസ് സ്കിന്നിൽ. ബേൺസ് എവിടെ കിട്ടും? ബേൺസ് അഗ്രവേഷനിലും ഉണ്ട്, എസ്സാൻസിയിലും ഉണ്ട് കേട്ടോ. റിറ്റൻഷൻ ഓഫ് യൂറിൻ. റിറ്റൻഷൻ ഓഫ് യൂറിൻ എവിടെ കിട്ടും? മിക്റ്റുറേഷനിലാണ് കേട്ടോ. സപ്രസ്ഡ് യൂറിൻ എവിടെയാണ്? യൂറിനിലാണ്. വെരി ഗുഡ്. തിങ്കിങ് ഓഫ് ഹിസ് ഡിസീസ്. തിങ്കിങ് ഓഫ് ഹിസ് ഡിസീസ്. തിങ്കിങ് ഓഫ് ഹിസ് ഡിസീസ് അഗ്രവേഷനിലാണ് കേട്ടോ. ബേണിംഗ് അസണ്ടർ. ബേണിംഗ് അസണ്ടർ സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസിലാണ്. ഡ്രൈവിംഗ് ഇൻ വാഗൺ. ഡ്രൈവിംഗ് ഇൻ വാഗൺ അഗ്രവേഷനിലാണ്. പിറ്റ് ഓഫ് സ്റ്റൊമക്ക്. പിറ്റ് ഓഫ് സ്റ്റൊമക്ക് എവിടെ കിട്ടും?
external abdomen. External abdomen. വെരി ഗുഡ്. എക്സ്റ്റേണൽ അബ്ഡമന്റെ 3 റൂബ്രിക് ഏതൊക്കെയാണ്? Pons minoris, Spinal gland. inguinal gland. Spinal gland. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അത്രയ്ക്ക് മതി. ഓവറാക്കി നമ്മൾ ആ ഒരു തന്നെ 3 തന്നെ പഠിച്ചാൽ ആ ഒരു എക്സ്റ്റേണൽ അബ്ഡമൻ കംപ്ലീറ്റ് ആയിട്ടോ. പിന്നെ ഉള്ളത് വേറെ എന്തോ ചെറിയ ഏതോ റൂബ്രിക് ആണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. Separate chapter. I mean, അതിന്റെ 7 section അത് വരില്ലല്ലോ. ഇല്ല, പക്ഷെ നമ്മൾ സ്കിന്ന് ചാപ്റ്റർ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കേട്ടോ. ബോൺസ്, ഗ്ലാൻഡ്, സ്കിൻ ഉള്ളത്. സെൻസേഷൻ ഇൻ കംപ്ലൈൻസ്, സെൻസേഷൻ ഇൻ ജനറൽ, അങ്ങനെയല്ലേ കൊടുക്കുന്നത്? സെൻസേഷൻ ഇൻ ജനറൽ, സ്കിന്ന്, ബോൺസ്, ഗ്ലാൻഡ്, സ്കിൻ, 4 ചാപ്റ്റർ ആയിട്ട് തന്നെ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസ്. അവസാനത്തെ പാർട്ട് റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസ്. ഇതിന്റെ ഓൾഡ് നെയിം എന്തായിരുന്നു? കൺകോർഡൻസ് കേട്ടോ. ആരാണ് അതിന് റിലേഷൻഷിപ്പിന് പേര് കൊടുത്തത്? TF അലൻ ആണ് കൊടുത്തത്. ഇതില് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരുപാട് മെഡിസിൻസ്. എത്ര മെഡിസിൻസ് ഉണ്ട്? 141. ഇത്ര ടോട്ടൽ മെഡിസിൻസ് എത്രയാ? 141 ആണ് തിവാരി സാറിന്റെ ബുക്ക് കൊടുത്തത്. പക്ഷെ നമ്മൾ എപ്പോഴും എണ്ണി നോക്കിയപ്പോൾ 142 ആണെന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ പറയാ ഇതും ആൻസർ കീ വരുമ്പോൾ 141 ആണ് പൊതുവേ ആൻസർ വരാറ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തിവാരി സാറിന്റെ ബുക്ക് വെച്ചിട്ടായിരിക്കും അവർ കീ വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അതിൽ 141 എന്നുള്ളത് ആൻസർ വരുന്നത് കേട്ടോ. ശരിക്കും 142 മെഡിസിൻസ് ഉണ്ട് നമ്മൾ എണ്ണി നോക്കുമ്പോൾ. അപ്പോൾ അത് ഒരു മെഡിസിൻസ്, ഓരോ മെഡിസിൻസ് എഴുതിയിട്ട് അതിന്റെ താഴെ 12 സെക്ഷൻസിൽ ആ മെഡിസിന്റെ റിലേഷൻഷിപ്പ് എഴുതിയിട്ടുള്ളതാണ്. 12 സെക്ഷൻസ് ഉണ്ട്. എത്ര സെക്ഷൻ ഉണ്ട്? 12 സെക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് സെക്ഷൻസ്? മൈൻഡ്, ലൊക്കേഷൻ, സെൻസേഷൻ, ഗ്ലാൻസ്, ബോണ്, സ്കിന്ന്, സ്ലീപ്പ് ആൻഡ് ഡ്രീംസ്, ബ്ലഡ് സർക്കുലേഷൻ, ഫീവർ, അഗ്രവേഷൻ, അതർ റെമഡീസ്, ആന്റിഡോട്ട്, ഇൻജൂറിയസ്. ഇത്രയും റിലേഷൻഷിപ്പിന്റെ ഇത്രയും സെക്ഷനിലാണ് ആ ഒറ്റ മെഡിസിന്റെ റിലേഷൻസ് നമ്മൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 142 മെഡിസിൻസ് ഉണ്ട്. 141ഉം കീ കാണാറുണ്ട്. മിക്കവാറും ആ ബുക്ക് ബേസ് ചെയ്തിട്ട് കീ എഴുതിയതുകൊണ്ടായിരിക്കും അങ്ങനെ മെഡിസിൻസ് അങ്ങനെ അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. പിന്നെ ഈവൻ ദോ കെന്റ് ക്രിട്ടിസൈസ് ദ മെത്തേഡ് ഓഫ് റെപ്പർട്ടറൈസേഷൻ ഓഫ് ബോണിംഗ്ഹസൻ, ഹി അഡ്വക്കേറ്റ് ദ റിലേഷൻഷിപ്പ് സെക്ഷൻ ഓഫ് BTB. കെന്റ് ഓൾറെഡി ക്രിട്ടിസൈസ് ചെയ്തിട്ടെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പ് പാർട്ട് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Boninghasen's own experience and study of remedies helped him to compile this section. Boninghasen's എക്സ്പീരിയൻസും സ്റ്റഡി ഓഫ് റെമഡീസും ആണ് ഇതൊരു കമ്പയർ ചെയ്യാനുള്ള കാരണം. അങ്ങനെ 141 റെമഡീസ് ആണ് ഉള്ളത്. 142 ടോട്ടലി 142 ഉണ്ട്. പിന്നെ ജോസ്ലിൻ കോൺസെൻട്രിക് സർക്കിൾ ഓഫ് സിമിലാരിറ്റി ഇല്ലേ? ജോസ്ലിൻ കോൺസെൻട്രിക് സർക്കിൾ ഓഫ് സിമിലാരിറ്റി അത് ഉള്ളത് ഏതില? ഈ റിലേഷൻഷിപ്പ് പാർട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കേട്ടോ. ജോസ്ലിൻ കോൺസെൻട്രിക് സർക്കിൾ ഓഫ് സിമിലാരിറ്റി. നമ്മളൊരു സർക്കിൾ വരച്ചിട്ട് ഈ റിലേഷൻഷിപ്പ് ഓരോന്നും നമ്മളൊരു സർക്കിളിൽ ഇങ്ങനെ വരച്ചിട്ട് പോവും. അതിൽ എന്നിട്ട് ഏറ്റവും അടുത്തുള്ള അതായത് നിയറർ ദ സെന്റർ സ്മോളർ ദ സർക്കിൾ. സർക്കിൾ അടുത്തെത്തുന്നതോളം ഇങ്ങനെ ചെറുതായി വരില്ലേ ദൂരേനേക്കാളും. അപ്പോൾ നിയറർ ദ സെന്റർ സ്മോളർ ദ സർക്കിൾ ആൻഡ് ഹയർ ദ റേഷ്യോ ഓഫ് സിമിലാരിറ്റി. അപ്പോൾ അടുത്തെത്തുന്ന സർക്കിളിന്റെ ഏറ്റവും സെന്ററിൽ മെഡിസിൻ എഴുതിയിട്ടുള്ളത്, അതിന് ചുറ്റും ഇങ്ങനെ അതിന്റെ അടുത്ത റിലേഷൻസ്, അതിന് പിന്നെ കുറച്ചും കൂടി വിട്ടുള്ളത്, അങ്ങനെ ഒരു ഹയർ ആയിട്ട് ഇങ്ങനെ ആ സർക്കിൾ വൈഡൻ ചെയ്ത് പോവുകയാണ്. അപ്പൊ അതിൽ നിയറർ ദ സെന്റർ സ്മോളർ ദ സർക്കിൾ ആൻഡ് ഹയർ ദ റേഷ്യോ ഓഫ് സിമിലാരിറ്റി എന്നാണ് ഈ സർക്കിളിനെ പറ്റി പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ വന്നത് ഇത് ഏത് റെപ്പർട്ടറിയോട് വെച്ചിട്ടാണെന്ന്, ഏത് റെപ്പർട്ടറിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് റെപ്പർട്ടറിക്കാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നായിരുന്നു. അത് തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്ക് എന്നാണ് ആൻസർ. ഇതിൽ ജോസ്ലിൻ കോൺസെൻട്രിക് സർക്കിൾ ഓഫ് സിമിലാരിറ്റി ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് ചാപ്റ്റർ, അത്ര ആലോചിച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയാണ് റിലേഷൻഷിപ്പ്. താങ്ക് യു. ഇത്രയാണ് നമ്മുടെ TPB. ഞാൻ ഒരു നട്ഷലായിട്ട് എടുത്തതാണ്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ ബോണിംഗ്ഹസന്റെ ലൈഫ് ഹിസ്റ്ററി, അതിന്റെ ബോണിംഗ്ഹസന്റെ വർക്ക്സ്, പിന്നെ നമ്മൾ നേരെ ചാപ്റ്ററിലോട്ട് കയറി. 7 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. 7 സെക്ഷൻസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂബ്രിക് പറഞ്ഞു. മൈൻഡ് ആൻഡ് ഇന്റലക്ട്, പിന്നെ പാർട്സ് ഓഫ് ദ ബോഡി എല്ലാ പാർട്സിലെയും ഇമ്പോർട്ടൻറ്റ് റൂബ്രിക്സ് പറഞ്ഞു. സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസിലെ റൂബ്രിക്സ് പറഞ്ഞു. സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസിൽ ഇൻ ജനറൽ പറഞ്ഞു. ഗ്ലാൻസ്, ബോൺസ്, സ്കിന്ന് പറഞ്ഞു. സ്ലീപ്പ് ആൻഡ് ഡ്രീംസ് പറഞ്ഞു. ഫീവർ പറഞ്ഞു. പിന്നെ മൊഡാലിറ്റീസിൽ അഗ്രവേഷനും പറഞ്ഞു, അബ്ലറേഷനും പറഞ്ഞു. പിന്നെ റിലേഷൻഷിപ്പ് റെമഡീസിൽ 12 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ജോസ്ലിന്റെ സർക്കിൾ കോൺസെൻട്രിക് സിമിലാരിറ്റി മറക്കരുത്. പിന്നെ അതിൽ എപ്പോഴും എല്ലാ മെഡിസിനിലും എല്ലാം റെപ്രസെന്റ് ചെയ്തിട്ടില്ല അല്ലെ? അതായത് ഈ 12 സെക്ഷനും എല്ലാ റെമഡീസിനും പറഞ്ഞിട്ടില്ല. കാരണം ചിലതിന് അത് ഉണ്ടാവില്ല, അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവില്ല.
അപ്പോൾ അതിലൊരു പോയിന്റ് എവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, അതായത് എല്ലാത്തിലും മെൻഷൻ ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ടോ, അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂബ്രിക് നോട്ട്, ഈ മൈൻഡ്, ലൊക്കേഷൻ, സെൻസേഷൻ ഒക്കെ അതിന്റെ റൂബ്രിക് ആണ്, ആ ചാപ്റ്ററിന്റെ റൂബ്രിക് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂബ്രിക് നോട്ട് ഓൾവേസ് പ്രസന്റ് ഇൻ റിലേഷൻഷിപ്പ് ചാപ്റ്റർ ഓഫ് TPB. അതിൽ കൊടുത്തുള്ള ആൻസർ ഇൻജൂറിയസ് ആൻഡ് ആന്റിഡോട്ട്സ്. ഈ സെക്ഷൻ, ഈ രണ്ടെണ്ണം ഇതെല്ലാത്തിനും എപ്പോഴും ഉണ്ടാവണം എന്നില്ല. ഇൻജൂറിയസ്, ആന്റിഡോട്ട്സ്, ഈ രണ്ടെണ്ണം കേട്ടോ. ഇൻജൂറിയസും ആന്റിഡോട്ടും ആണ് ഇല്ലാത്തത്. ജസ്റ്റ് 2-3 ക്വസ്റ്റ്യനും കൂടെ ജസ്റ്റ് പറയാം. ഏതാണ് ആന്റിസോറിക്സിന്റെ ഇയർ ഏതായിരുന്നു? റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക് which are not antisoric. 1835. Bervan and Chapman repertory 1836. Which is the two rubrics in mind chapter of Kent repertory, not in Kent but in TPB. Which are the two rubrics? Amatinus mistrust കേട്ടോ. പിന്നെ നഴ്സിംഗ് ചിൽഡ്രൻ എവിടെയാണ്? മെസ്മറിസം, അംലിറേഷൻ കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കുറച്ച് ആനിമേഷൻസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് സ്ലൈഡ് വിസിബിൾ അല്ല. സോറി ഫോർ അതിനൊരു ബിഗ് സോറി പറയാണ്. എനിക്ക് തോന്നുന്നു റേഞ്ച് ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ ഏതായാലും ഷെയർ ചെയ്യാം. നിങ്ങളത് ആനിമേഷൻ വെച്ചിട്ട് തന്നെ പഠിച്ചു നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് വന്നിട്ട് പിന്നെ ആൻസർ സെക്കൻഡ് വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തന്നെ പഠിച്ചത് ഓർമ്മയുണ്ടോന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് സ്ലൈഡ് ഷോനെ വെച്ചിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിന്റെ ആൻസർ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ അത് അങ്ങനെ സ്ലൈഡ് ഷോ തന്നെ വെച്ചിട്ട് നിങ്ങളത് ഈ ഒരു PPT നോക്കുക കേട്ടോ. ഏതായാലും ഞാൻ ഗ്രൂപ്പിൽ സാറിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ റിഗാർഡിങ് TPB? നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് BBCR നോക്കാം. അപ്പോൾ TPB തറോ ആയാൽ BBCR ഒന്നും കൂടി എളുപ്പമായിരിക്കും. കാരണം ഇതും രണ്ടും ഏകദേശം ഒരുമിച്ചാണ്. ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. കെന്റ് പിന്നെ ഡിഫറെന്റ് ആണ്. ഇത് രണ്ടും ലോജിക്ക് സെയിം ആണ്. അപ്പോൾ ഇത് തറോ ആയാൽ നമുക്ക് അത് എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് കെന്റ് എടുക്കാം. ഇത് നെക്സ്റ്റ് വരുന്നത് BBCR ആയിരിക്കും. പിന്നെ നമുക്ക് കെന്റ് എടുക്കാം കേട്ടോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, യാനിങ് എന്ന് പറയുന്ന റൂബ്രിക്കിന്റെ 3 ചാപ്റ്ററിലുണ്ട്. സ്ലീപ്പിലുണ്ട്, അഗ്രവേഷനിലുണ്ട്, അംബിറേഷനിലുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പാട്ട് മനസ്സിലായിട്ടില്ല? എനിക്ക് സ്ലൈഡ് ഷെയർ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഏതായാലും ഗ്രൂപ്പിലിടാം. അപ്പൊ ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നെ ഇൻഫോം ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യാനും മറക്കരുത്. തെറ്റ് എവിടെയും വരച്ചപ്പോൾ നമ്മൾ എടുക്കുന്ന സോഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. എന്തെങ്കിലും റൂബ്രിക്സ് ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് പഠിക്കരുത്. നമുക്ക് നിർത്താറായോ? ഏകദേശം ടൈം ഒത്തിരി ആയില്ലേ? 11 മണിയോളം ആവുന്നു. താങ്ക് യു ഡോക്ടർ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോക്ടറെ വീണ്ടും BBCR എടുക്കും എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ അന്ന് ചോദിച്ചോളും. തീർച്ചയായിട്ടും ഇതിന്റെ റെക്കോർഡിംഗ് നാളെ തന്നെ നിങ്ങൾക്ക് തരാം. നിങ്ങൾ കേൾക്കുക. കാര്യം കുറച്ചേറെ ക്വസ്റ്റ്യൻസ് ഇന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം റെപ്പർട്ടറി 20 മാർക്കുണ്ട്. അതിൽ കെൻ റെപ്പർട്ടറി എന്ന് ചോദിക്കുന്നതിൽ കൂടുതൽ TPB നിന്നും BBCR നിന്നും ആയിരിക്കും ചോദിക്കാൻ സാധ്യത. കാര്യം കെൻ റെപ്പർട്ടറി എല്ലാവർക്കും ഒരുവിധം അറിയാം എന്നുള്ള കാര്യം ഈ ക്വസ്റ്റ്യൻ ഇടുന്നവർക്കും ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ തെറാപ്പറ്റിക് പോക്കറ്റ് ബുക്കിനകത്തു നിന്നാണ് ഈ പറഞ്ഞതുപോലെ നമ്മളെ കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ. കെൻ റെപ്പർട്ടറിയിൽ വളരെ കുറവാണ്. ഇപ്പൊ എന്തായാലും ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്കൊരു 5-6 മാർക്കിനുള്ള വക കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഈ വൈകിയ വേളയിൽ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഡോക്ടർ BBCR പ്രിപ്പയർ ചെയ്യുന്ന എന്നാണെന്ന് വെച്ചാൽ എന്നത്തേക്ക് ആകുമെന്ന് വെച്ചാൽ പറയുക. തീർച്ചയായിട്ടും ഇതുപോലെ
ഒരു നീണ്ട സെഷൻ നമ്മൾ റെഡിയാകാം. എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി. ഇന്നത്തേക്ക് നമ്മൾ അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും 9 മണിക്ക് ഡോക്ടർ അനിലപ്രിയ ബെറ്റരാമണിക്ക. നമുക്ക് എല്ലാ ദിവസവും തീർച്ചയായിട്ടും എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാകും. കാര്യം ഒരു 20-25 ക്ലാസ്സുകൾക്ക് സാധ്യതയുള്ളൂ. ജനുവരി അവസാനം ഇല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം പരീക്ഷ ഉണ്ടാകും. എല്ലാവരും ഉത്സാഹിച്ച് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.